ദേവി മ്യൂട്ട് ചെയ്തോളൂ. ആരൊക്കെയാ അൺമ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേണം എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് തരാം ഒരു പ്രാവശ്യം. ഒരു മിനിറ്റ്. മ്യൂട്ട് ചെയ്യാത്ത ആൾക്കാർ ആരൊക്കെയാ ഇവിടെ ഉള്ള? എല്ലാവരും ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യാണ്. ഇനി അൺമ്യൂട്ട് ചെയ്യരുത്. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാദരം. സംസ്കൃതസ്യ പ്രസാരായ നൈജം സർവം ദദാമ്യഹം. സംസ്കൃതസ്യ സദാ ഭക്തോ വന്ദേ സംസ്കൃതമാദരം. സംസ്കൃതസ്യ കൃതേ ജീവൻ സംസ്കൃതസ്യ കൃതേ യജൻ ആത്മാനമാഹുതം മന്യേ വന്ദേ സംസ്കൃതമാദരം. നമ്മള് കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഉണ്ടായില്ല. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച നമ്മൾ എന്താണെന്ന് എടുത്തതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓടിക്കാം. അപ്പൊ നമ്മള് ക്രിയാപദങ്ങളെ കുറിച്ച് പറഞ്ഞു. ക്രിയാം സൂചയതി ഇത് ക്രിയാപദം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓടുന്നു, ചാടുന്നു, വീഴുന്നു, പഠിക്കുന്നു, കളിക്കുന്നു, അങ്ങനെ ഒരു 5-8 ക്രിയാപദങ്ങളെ കുറിച്ച് നമ്മൾ അതിന്റെ വർത്തമാനകാല രൂപം, വർത്തമാനകാല പ്രഥമ പുരുഷ ഏകവചന രൂപമാണ് നമ്മൾ പഠിച്ചത്. അതായത് പഠതി, ലിഖതി, ഹസതി, ഗായതി, അങ്ങനെ നമ്മൾ 4-5 പഠിച്ചു. ഈ മുമ്പിൽ കാണുന്ന ഇതൊക്കെയാണ് പഠിച്ചത് നമ്മൾ. നമതി നമിക്കുന്നു, പഠതി പഠിക്കുന്നു, ലിഖതി എഴുതുന്നു, പതതി വീഴുന്നു, പിന്നെ ഖാദതി ഭക്ഷിക്കുന്നു, ഹസതി ചിരിക്കുന്നു, ധാവതി ഓടുന്നു. അപ്പൊ ഈ ക്രിയാപദങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി ക്രിയാപദങ്ങളെ പറ്റി പഠിക്കും. നമ്മൾ നാമപദങ്ങളെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ കുറച്ചധികം പഠിച്ചു. നമ്മൾ അന്ത, ലിംഗ, വിഭക്തി, വചന വ്യവസ്ഥ എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ നാമപദങ്ങളെ പറ്റി പഠിച്ചപ്പോ നാമപദങ്ങളുടെ മൂലരൂപമാണ് പ്രാതിപതികമെന്നും, നാമപദങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. അന്തവ്യവസ്ഥ, ലിംഗവ്യവസ്ഥ, വചന വ്യവസ്ഥ, വിഭക്തി വ്യവസ്ഥ. ഇത് നമ്മൾ 4ഉം ചെറിയൊരു തോതിൽ നമ്മൾ പഠിച്ചു. എന്താണ് വിഭക്തി എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുള്ളൂ. എന്നിരുന്നാലും ഒരു നാമപദം കണ്ടു കഴിഞ്ഞാൽ അത് പ്രാതിപതികം ആണ് അതിന്റെ മൂലശബ്ദവുമെന്നും ഈ 4 വ്യവസ്ഥകളുണ്ട്. അന്ത, ലിംഗ, വിഭക്തി, വചന വ്യവസ്ഥകളുണ്ട് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെയാണ് സംസ്കൃതത്തിൽ ക്രിയാപദങ്ങളുടെ കാര്യം എടുത്താലും എല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ക്രിയാപദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ക്രിയാപദാനാം മൂലരൂപം ധാതുഹു. ക്രിയാപദങ്ങളുടെ, ക്രിയാപദാനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാപദങ്ങളുടെ, അത് കേട്ട് കേട്ട് മനസ്സിലാവും പിന്നെ എന്താണ് ഈ പദാനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പദത്തിന്റെ ആണെങ്കിൽ പദസ്യ, 2 പദങ്ങളുടെ ആണെങ്കിൽ പദയോഹോ, കുറേയേറെ പദങ്ങളുടെ മൂലരൂപം പദാനാം. ക്രിയാപദാനാം മൂലരൂപം ധാതുഹു ഇതി കഥ്യത്തെ. ധാതുഹു ഇതി കഥ്യത്തെ. ക്രിയാപദങ്ങളുടെ മൂലരൂപമാണ് ധാതുഹു, ധാതു. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ക്രിയാപദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ക്രിയാപദങ്ങളും അതിന്റെ ധാതു നമുക്ക് കണ്ടുപിടിക്കണം. ഇത് സംസ്കൃതത്തിൽ വളരെ വേണ്ടപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ നമ്മൾ വർണ്ണവിന്യാസം ചെയ്യും. വർണ്ണവിന്യാസം ചെയ്തിട്ട് അതിന് 2 പദങ്ങളായിട്ട് നമ്മൾ അതിനെ മാറ്റും. അപ്പൊ ഒരു പ്രത്യയവും ഒരു ധാതുവും വരും. പതതി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഴുന്നു.
പതതി വീഴുന്നു, നമ്മൾ നേരത്തെ പഠിച്ചു. ഖാദതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്നു, ഭക്ഷിക്കുന്നു. ഹസതി ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച ക്രിയാപദങ്ങൾ തന്നെയാണ്. ആരെങ്കിലും നക്ഷത്രങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരത് നേരത്തെ ക്ലാസ് കണ്ടിട്ടില്ല എന്ന് അർത്ഥം. ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. പിന്നെ ഇതൊക്കെ സാമാന്യ മലയാളം അറിയാവുന്നവർക്ക് മനസ്സിലാവുന്ന ക്രിയാപദങ്ങൾ മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ഹസതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുന്നു. ഹിന്ദിയൊക്കെ അറിയുന്നവർക്ക് ഹസ്ന എന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ സാധിക്കും. ധാവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്നു. ധാവതി എന്ന് പറഞ്ഞാൽ ഓടുന്നു. നമതി എന്ന് പറഞ്ഞാൽ നമസ്കാരം ചെയ്യുന്നു, നമിക്കുന്നു. പഠതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നു അല്ലെങ്കിൽ എഴുതുന്നു, പഠിക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു എന്നൊരു അർത്ഥമുണ്ട്. പഠത്തിക്ക് രണ്ടർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. വായിക്കുന്നു എന്നർത്ഥമുണ്ട്. പഠിക്കുന്നു, വായിക്കുന്നു, രണ്ടർത്ഥമുണ്ട്. ലിഖതിയാണ് എഴുതുന്നത്. ലിഖതിയാണ് എഴുതുന്നത്. പഠതി എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു അല്ലെങ്കിൽ വായിക്കുന്നു എന്നാണ് അർത്ഥം വരിക. ലിഖതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഖ് എഴുതുന്നു. ചലതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കുന്നു. അപ്പൊ ഈ എല്ലാ ക്രിയാപദങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നാമപദങ്ങൾ എടുത്തപ്പോൾ അതിനുള്ള കുറച്ച് എളുപ്പകാരനൊക്കെ പറഞ്ഞു തന്നു. അന്തവ്യവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് അവസാനം അകാരാന്തം 2 വിസർഗമാണെങ്കിൽ അത് മിക്കവാറും പുല്ലിംഗമായിരിക്കും. സാമാന്യ രൂപേണ ഉള്ള ചില നിയമങ്ങളാണ് ഞാൻ അന്ന് പറഞ്ഞു തന്നത്. അതെല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. 2000-ത്തിലധികം ധാതുക്കൾ സംസ്കൃതത്തിലുണ്ട്. 2000-ത്തിലധികം ധാതുക്കൾ. 2000 അധികാഹ ധാതു രൂപാണി സംസ്കൃതേ അസ്തി. 2000-ത്തിലധികം. ഇതെല്ലാം അഷ്ടാധ്യായി എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ പാണിനി മഹോദയ താടപത്രം, അതായത് ഈ താളിയോലയിലൊക്കെ എഴുതി വെച്ചിട്ട് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേട്ടോ. ഈ 2000 ധാതുക്കൾ. അപ്പൊ 2000 ധാതുക്കളേ ഉള്ളൂ. അപ്പൊ 2000 ക്രിയാപദങ്ങളേ ഉള്ളോ? അല്ല. 2000 ധാതുക്കളും പിന്നെ അത് കഴിഞ്ഞ് കുറെ ഉപസർഗങ്ങളുണ്ട്. സംസ്കൃതത്തിൽ കുറെ ഉപസർഗങ്ങൾ വരും. ഈ ഇംഗ്ലീഷിൽ പ്രിഫിക്സ് എന്നൊക്കെ പറയും. പ്രിഫിക്സ്. ഉപസർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഗച്ഛതി, ഇതാണ് ക്രിയാപദം. ഗച്ഛതി എന്ന് പറഞ്ഞാൽ പോകുന്നു. ഒരു മിനിറ്റ്. ഗച്ഛതി എന്ന് പറഞ്ഞാൽ പോകുന്നു. അപ്പൊ ഈ ഗച്ഛതി എന്നുള്ള ക്രിയാപദത്തിന്റെ കൂടെ സമ ആഡ് ചെയ്ത സമ ഗച്ഛതി എന്നാവും. ഒപ്പം പോകുന്നു എന്നാവും. അനു ചേർത്ത് കഴിഞ്ഞാൽ അനുഗച്ഛതി എന്നാവും. അനുഗച്ഛതി എന്ന് കഴിഞ്ഞാൽ പിന്നാലെ പോകുന്നു. ഭർത്താവിന്റെ ഭാര്യ പിന്നാലെ പോകുമ്പോ അനുഗമനം കരോതി, അനുഗച്ഛതി, അനു എന്നാവും. നിർ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിർഗച്ഛതി എന്നാവും. ഒഴുകുന്നു. ഒരു പുഴ ഒഴുകുകയാണെങ്കിൽ നിർഗച്ഛതി എന്ന് പറയും. അധിഗച്ഛതി, ഒരു സിംഹം ചാടി വീഴുന്നു, അധിഗച്ഛതി എന്നൊക്കെ പറഞ്ഞാളെ. അപ്പൊ 2000 ധാതുക്കള്, ക്രിയാപദങ്ങള്, 22 ഉപസർഗങ്ങള്. 22 ഉപസർഗങ്ങളുണ്ട്. അതൊരു ക്ലാസ് തന്നെയാണ്. ഉപസർഗങ്ങളെ കുറിച്ച് മാത്രം ഒരു ക്ലാസ് തന്നെയാണ്. അതായത് ഉപസർഗേണ ധാത്വർത്ഥോ ബലാദന്യത്ര ധീയതേ പ്രഹാര ആഹാര സംഹാര വിഹാര പരിഹാരവത്ത്. ഉപസർഗേണ ധാത്വർത്ഥോ, ഉപസർഗത്തിനെ കൊണ്ട് ധാതുവിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ബലാത് അന്യത്ര നീയതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബലമായിട്ട് ഒരു പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ആ ക്രിയാപദത്തിന്റെ അർത്ഥത്തിനെ തന്നെ. എന്ത്? ഉപസർഗം. പ്രഹാര ആഹാര സംഹാര വിഹാര പരിഹാരവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു ക്രിയാപദം. ഇപ്പൊ ഞാൻ നേരത്തെ ഗച്ഛതി എന്നുള്ള ക്രിയാപദം അനുഗച്ഛതി, ഉപഗച്ഛതി, സമഗച്ഛതി, നിർഗച്ഛതി പറഞ്ഞ പോലെ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്താണ് സമസ്ത സംസ്കൃത ശബ്ദ ഭണ്ഡാരത്തിന്റെ റിച്ച്നെസ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഹരതി എന്നുള്ള ക്രിയാപദം, ഹരതി എന്ന് പറഞ്ഞാൽ കട്ടെടുക്കുക എന്ന അർത്ഥം. രാവണൻ രാമന്റെ
പത്നിയെ ഹരണം ചെയ്തു അല്ലെ. ഹരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടെടുക്കുക. പല അർത്ഥങ്ങളുണ്ട്. സാമാന്യ ഒരു അർത്ഥമാണ് ഹരതി എന്നുള്ള കട്ടെടുക്കുക എന്നുള്ള അർത്ഥം. ഹരണം ചെയ്യുക. അപ്പൊ ഈ ഹരതി എന്നുള്ള ക്രിയാപദത്തിന്റെ കൂടെ നമ്മൾ ഉപസർഗങ്ങൾ ചേർക്കുകയാണെങ്കിൽ, പ്ര എന്നുള്ള ഉപസർഗം ചേർക്കുകയാണെങ്കിൽ പ്രഹരതി എന്നാവും. പ്രഹരതി എന്ന് പറഞ്ഞാൽ എന്താ? അവന് കിട്ടും, അവനൊന്ന് പ്രഹരണം ചെയ്യണം, ഒന്ന് പ്രഹാരം ചെയ്യണം എന്ന് പറയുന്നത്. നമ്മള് അടിക്കുക, നല്ലോണം ഒന്ന് കൊടുക്കുക, പൂശുക, അതാണ് പ്രഹരതി. അപ്പൊ ഹരതി എന്നുള്ള ക്രിയാപദത്തിന്റെ കൂടെ അങ്ങോട്ട് ഉപസർഗം ചേർത്ത് കഴിഞ്ഞാൽ പ്രഹരതി എന്നാവും. പ്രഹാര ആഹാര. ഇനി ആഹരതി എന്നല്ല ആങ്ങെന്നാണ്. അത് പിന്നെ പഠിക്കാൻ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അർത്ഥം. ആങ് എന്നുള്ള ഉപസർഗം ചേർത്ത് കഴിഞ്ഞാൽ ആഹരതി. ആഹരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നർത്ഥം. ആഹരതി. പ്രഹാര ആഹാര സംഹാര. സംഹരതി. സം എന്നുള്ള ഉപസർഗം ചേർത്ത് കഴിഞ്ഞാൽ ഹരതി എന്നുള്ള ക്രിയാപദം സംഹരതി എന്നാവും. രാവണനെ രാമൻ സംഹരിച്ചു, സംഹരതി എന്നാവും. പ്രഹാര ആഹാര സംഹാര വിഹാര. വിഹാരം എന്ന് പറഞ്ഞാൽ വിഹരതി, ഒരു ബൗണ്ടറി ഇല്ലാണ്ട് സീമാതീതമായിട്ട് അലഞ്ഞു നടക്കുക, പറന്ന് നടക്കുക, പക്ഷികളൊക്കെ പോലെ. അതാണ് വിഹരതി. പക്ഷികൾ വിഹാരം ചെയ്യാന്നൊക്കെ പറയില്ലേ, വിഹരതി. പ്രഹാര ആഹാര സംഹാര വിഹാര പരിഹാരവത്ത്. പരിഹാര, പരി എന്നുള്ള ഉപസർഗം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹരതി എന്നുള്ള പരിഹരതി, സോൾവ് ചെയ്യുക. നമ്മൾ കണക്കിലൊക്കെ ഗണിതം അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ജാതക ദോഷമൊക്കെ ഉണ്ടെങ്കിൽ ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് പരിഹാരം കണ്ടുപിടിക്കുക. അപ്പൊ അതാണ് പരിഹാരതി, പരിഹരതി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ധാതുവാണ്. ഹരതി എന്നുള്ളത് ക്രിയാപദമാണ്, അതിന്റെ ധാതു ഉണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഈ 5-6 ഉപസർഗം ചേർത്തിട്ട് അതിന് എത്ര വ്യത്യാസങ്ങൾ. ചിലതൊന്ന് പൊലിപ്പിക്കണം. ശോഭതേ എന്ന് പറഞ്ഞാൽ നല്ലോണം ശോഭിക്കുന്നത്. പ്രശോഭത എന്ന് പറഞ്ഞാൽ ഒന്ന് പൊലിപ്പിക്കുകയാണ് അതിനെ. പ്രശോഭത എന്നാവുകയാണ്. അതായത് ആ ശോഭത എന്നുള്ളത് തന്നെ ഒന്ന് പ്രശോഭത എന്നാവുമ്പോൾ ഒന്ന് പൊലിപ്പിക്കുകയാണ്. ചിലത് അതിന് അർത്ഥം ഒന്ന് പൊലിപ്പിക്കും, ചിലത് അതിനെ നേരെ ഓപ്പോസിറ്റ് വിപരീത മീനിങ് ആക്കും. ഗച്ഛതി എന്നുള്ളത് പോവുക. ആ പ്ലസ് ഗച്ഛതി, ആ ഗച്ഛതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം. ഇങ്ങോട്ട് വരിക എന്നാണ് അർത്ഥം. അപ്പൊ അത് ഓപ്പോസിറ്റ്, വിപരീത അർത്ഥമായി. ചിലതൊക്കെ ടോട്ടലി ഡിഫറെന്റ് മീനിങ് തന്നെ. അപ്പൊ ഞാൻ പല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. ആഹരതിയും പ്രഹരതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹരതിയായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ഉപസർഗങ്ങളുടെ ആ ഒരു റിച്ച്നെസ്സും ആ ഒരു ശബ്ദ ഭണ്ഡാരത്തിലുള്ള റിച്ച്നെസ് ആണ് സംസ്കൃതത്തിൽ. ഉപസർഗങ്ങള്, ക്രിയാപദങ്ങള്, ധാതുക്കള്, ഇതൊക്കെ വെച്ചിട്ടാണ് ഈ കാളിദാസനൊക്കെ അത്രയധികം കുമാരസംഭവവും മേഘദൂതവും മാത്രമുള്ള കാവ്യങ്ങളും കഥകളും കവിതകളും നാടകങ്ങളും എഴുതുന്നത്. കാരണം വെച്ചാൽ അത്രയധികം റിച്ചായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ ഇനി എന്താണ് ഈ ധാതുവും എന്താണ് ഈ പ്രത്യയം എന്ന് അറിയണം നമുക്ക്. ഇപ്പൊ പത് എന്നുള്ളതാണ് ധാതു. പദതിയുടെ ധാതു പതു. എളുപ്പം വെത്താനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. എല്ലായ്പ്പോഴും ഈ റൂള് വേണമെന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ തൽക്കാലം സാമാന്യ രൂപേണ പ്രാഥമിക സ്തരെ ഏതത്തേവ ആവശ്യകം. കേചന ഛാത്രാः അത്ര കുത്ര ഗത്വാ സംസ്കൃതം പഠിത്വാ സംശയാः പൃച്ഛന്തി, സംശയാൻ പൃച്ഛന്തി. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സംശയങ്ങളെ കൊണ്ടുവരും. ഞാൻ പഠിപ്പിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. എല്ലാ പാണിനി വ്യാകരണവും അഷ്ടാധ്യായിയും ഇവിടെ പഠിപ്പിക്കുന്നില്ല. ഇവിടെ പലരും ആദ്യമായിട്ടാണ് സംസ്കൃതം 60-ാം വയസ്സിൽ 70-ാം വയസ്സിൽ പഠിക്കാൻ വരുന്നത് തന്നെ. അപ്പൊ ഈ പഠിപ്പിക്കുന്നതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എക്സെപ്ഷൻസ് ഉണ്ട്, അപവാദാഹ സന്ധി. പക്ഷെ ഈ പഠിപ്പിക്കുന്നത് 90% ഇതാണ് റൂള്. അതി, അതായത് നമ്മൾ ഒരു ക്രിയാപദം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വർത്തമാനകാല രൂപം, സംസ്കൃതത്തിൽ വർത്തമാനകാല രൂപം എന്ന് പറയില്ല, പകരം അതിനെ നമ്മൾ ലട്ട് ലകാരഹ എന്നാ പറയുക. അത് പിന്നെ പഠിക്കാൻ നമുക്ക്. അപ്പൊ ഈ സംസ്കൃതത്തില് പതതി എന്നുള്ള ക്രിയാപദം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ധാതു എന്ന് പറയുന്നത് പത് എന്നുള്ളതാണ്. പത് പ്ലസ് അതി, ഈ അതിയാണ് പ്രത്യയം. ഈ പത് പ്ലസ് അതി അങ്ങോട്ട് ചേരുമ്പോഴാണ്
ഇത് വർത്തമാനകാല ക്രിയാപദമായിട്ട് പതതി എന്നാവണത്. പതതി എന്ന് പറഞ്ഞാൽ വീഴുന്നു, ഒരാള് വീഴുന്നു, ഒരു സാധനം വീഴുന്നു, അയാള് വീഴുന്നു. അതാണ് ഈ പതതി എന്നുള്ളതിന്റെ അർത്ഥം. നിങ്ങൾ വീഴുകയാണെങ്കിൽ പതസി എന്നാ പറയാ, ഞാൻ വീഴുകയാണെങ്കിൽ പതാമി എന്നാ പറയാ. അത് തൽക്കാലം ഇപ്പൊ ഞാൻ പറയണില്ല. പതതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരുത്തൻ വീഴുന്നു, അതാണ് പ്രഥമ പുരുഷനാണ് ഈ പതതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുപോലെ അടുത്ത ധാതു എടുത്തു കഴിഞ്ഞാൽ ഏതാ? ഖാദതി. ഖാദ് പ്ലസ് അതി എന്നുള്ള പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ ഈ അതി എന്നുള്ളത് പ്രത്യയമാണ് കേട്ടോ. ഖാദ് പ്ലസ് അതി ഖാദതി. ഹസ് പ്ലസ് അതി ഹസതി. ധാവ് പ്ലസ് അതി ധാവതി. നമ പ്ലസ് അതി നമതി. അർത്ഥമൊക്കെ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, രണ്ടാമത് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല. പഠ് പ്ലസ് അതി പഠതി. ലിഖ് പ്ലസ് അതി ലിഖതി. ചല് പ്ലസ് അതി ചലതി. ഈ അതി എന്നുള്ളത് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ധാതു. പദതിയുടെ പത് പ്ലസ് അതി. അതി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പത് കിട്ടും, അപ്പൊ അത് ധാതു. സാമാന്യ രൂപേണ ഇതാണ് നിയമം. വർത്തമാനകാലം ഏകവചനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റൂള്. പക്ഷേ കരോതി എന്ന് പറഞ്ഞാൽ കര് പ്ലസ് അതി അല്ല, അത് കൃ ആണ് ധാതു. അപ്പൊ അത് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, വിശേഷ ധാതുക്കളൊക്കെ ഉണ്ട്. സംസ്കൃതം വളരെ വിശാലമായിട്ടൊരു ഒരു ഭാഷയാണ്, വളരെയധികം എക്സെപ്ഷൻസും ഉണ്ട്. പക്ഷെ പ്രാഥമിക സ്ഥലത്തിൽ ഇത് ധാരാളമാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നതൊക്കെ. ആർക്കെങ്കിലും ഇതുവരെയും പഠിപ്പിച്ചതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടോ? ഞാൻ പറയുന്ന കേൾക്കണ്ടോ? സംശയമില്ല. കേൾക്കുന്നില്ല സാർ. എന്നാ മുമ്പോട്ട് പോകും. ആർക്കാ കേൾക്കാത്തെ? കേൾക്കുന്നില്ല സാർ. കേൾക്കുന്നില്ലെങ്കിൽ ആർക്കൊക്കെ കേൾക്കാത്ത പറയൂടെ? ശ്യാമളാജിക്ക് കേൾക്കുന്നില്ല, പിന്നെ ആർക്ക് കേൾക്കാത്ത? സാറ് എനിക്കും വെറുതെ വെക്കുമ്പോഴത്തേക്കും ചെറിയ ശബ്ദമേ ഉള്ളൂ. ഞാൻ ഇയർഫോൺ വെച്ചപ്പോഴാണ് ശബ്ദം നേരെ കേൾക്കുന്നത്. അപ്പൊ ഇയർഫോൺ വെക്കണം. ശ്യാമളാജിയും ഇതുപോലെ ഇയർഫോൺ വെക്കേണ്ട വരും. കാരണം അതിപ്പോ ഓരോരുത്തരുടെ ഡിവൈസിന്റെ ഓരോരുത്തരുടെ ആംപ്ലിറ്റ്യൂഡ് എനിക്കറിയില്ലല്ലോ. എന്താ പറയൂ? സ്പീക്കർ ഓൺ ചെയ്യൂ, അപ്പൊ സൗണ്ട് കേൾക്കാം. ഇയർഫോൺ ഇല്ലെങ്കിൽ ഓരോരുത്തർക്ക് അവരവരുടെ ഡിവൈസ് ആംപ്ലിറ്റ്യൂഡ് എനിക്കറിയില്ല എവിടെ നിന്നിട്ട്. അപ്പൊ ചിലർ ഇയർഫോൺ ഉപയോഗിക്കണു. ഞാൻ എന്തായാലും ഇതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല. സോറി സാർ. അപ്പൊ ശ്യാമളാജി തൽക്കാലം അവിടെ ഒരു സ്പീക്കറോ ആരുടെയൊക്കെ പറഞ്ഞ വീട്ടിലൊരു സ്പീക്കറൊക്കെ സംഘടിപ്പിച്ച് ഈ തൽക്കാലം 1.5 മണിക്കൂർ ക്ലാസ് സ്പീക്കർ വെക്കുക, അല്ലെങ്കിൽ ഒരു ഇയർഫോൺ വെക്കുക, എന്നാലേ വഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ യൂട്യൂബിൽ ഇടുമ്പോ കേൾക്കാം, കുഴപ്പമൊന്നുമില്ല. മൊബൈലിന്റെ പിന്നെ സ്പീക്കർ ഓൺ ചെയ്താൽ മതി, കേൾക്കാം. മൊബൈലിൽ സ്പീക്കർ ഓൺ ചെയ്താൽ മതി, അത് തന്നെ. ശരി, നമുക്കിനി മുമ്പോട്ട് പോകാം. അപ്പൊ നമ്മള് ധാതു എന്താണെന്നൊക്കെ ചെറുതായിട്ട് പഠിച്ചു. ധാതു പ്ലസ് പ്രത്യയം, അതാണ് ക്രിയാപദം ആവുന്നത്. നമ്മൾ പഠിച്ച ക്രിയാപദങ്ങളൊക്കെ വർത്തമാനകാലം ഏകവചനമാണ് എന്നുള്ളത് ഞാൻ പറയുകയാണ്, വിശേഷമായിട്ട് പറയുകയാണ്. കാരണം അത് പിന്നെ എന്താണെന്നൊക്കെ പിന്നെ മനസ്സിലാവും. ചിലതൊക്കെ ഞാൻ പറഞ്ഞത് എപ്പോൾ മനസ്സിലായില്ലെങ്കിലും കാലക്രമേണ മനസ്സിലാവും. അപ്പൊ എല്ലാം ആ സമയത്ത് മനസ്സിലാവണമെന്നില്ല. കാലക്രമേണ ഞാൻ ഈ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് ശ്രവണമാർഗേന റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് ഈ പ്രാതിപതികം നാമപദങ്ങൾ പഠിച്ചപ്പോ അന്ത ലിംഗ വിഭക്തി വചന വ്യവസ്ഥ പഠിച്ചു. അതുപോലെ തന്നെയാണ് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ക്രിയാപദങ്ങളിലും. ക്രിയാപദങ്ങളിലെ ഒരു വ്യവസ്ഥയാണ് പദവ്യവസ്ഥ. അപ്പൊ
ഈ ധാതുക്കള് 3 തരമാണുള്ളത്. പരസ്മൈപതി ധാതുക്കള്, ആത്മനേപതി ധാതുക്കള്, ഉഭയപതി ധാതുക്കള്. ഉഭയപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ഥലത്തും നിൽക്കുന്ന, അതായത് ശ്രീരാമന്റെ സൈഡിൽ ലക്ഷ്മണനും സീതയും നിൽക്കുന്നതിന് ഉഭയപദം എന്നാ പറയാ, ഉഭയപദേ എന്നാണ് പറയാ, അദ്ദേഹത്തിന്റെ 2 വശങ്ങളിലുമായിട്ട്. അപ്പൊ ധാതുക്കള് 3 ടൈപ്പാണുള്ളത്. പരസ്മൈപതി ധാതുക്കള്, ആത്മനൈപതി ധാതുക്കള്, ഉഭയപതി ധാതുക്കള്. ഇതൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. കാരണം അതൊക്കെ എഴുതി വെച്ച് കോൺസ്റ്റന്റ് ആയിട്ട് പിന്നെയും പിന്നെയും അതൊക്കെ വായിച്ച് ശ്രവിച്ച് പഠിച്ചാലേ ഇതൊക്കെ പിന്നെ ഓർമ്മ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പലർക്കും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊന്നും ഓർമ്മ നിൽക്കില്ല. ഒരു മിനിറ്റ്. പരസ്മൈപതി ധാതുക്കള്, ആത്മനേപതി ധാതുക്കള്, ഉഭയപതി ധാതുക്കള്. എന്താണ് ഈ പരസ്മൈപതി, എന്താണ് ഈ ആത്മനേപതി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഈ പഠതി എന്നുള്ള ഞാനിപ്പോ പഠിപ്പിച്ച ക്രിയാപദങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവസാനം അതിന്റെ ഒക്കെ അവസാനം വരുന്നത് തീ തീ തീന്ന, തീന്നല്ല അതീന്നാണ് ആ പ്രത്യയം. പഠ് പ്ലസ് അതി പഠതി, ലിഖ് പ്ലസ് അതി ലിഖതി. പിന്നെ ഏതാ ഞാൻ പഠിപ്പിച്ചത്? ഹസ് പ്ലസ് അതി ഹസതി. പിന്നെന്താ പഠിപ്പിച്ചത്? ഖാദ് പ്ലസ് അതി ഖാദതി. അപ്പൊ സാമാന്യ രൂപേണ വർത്തമാനകാല പ്രഥമ പുരുഷ ഏകവചനത്തില് അതി എന്നുള്ള പ്രത്യയം വരികയാണെങ്കിൽ ആ ധാതു പരസ്മൈപതി ധാതു ആയിരിക്കും. ഇതൊക്കെ വെറും എളുപ്പ പണികൾ മാത്രം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പാണിനി മഹോദയ അഷ്ടാധ്യായില് ധാതുപാഠ എന്നുള്ള ഭാഗത്തില് ഈ 2000 ധാതുക്കള് ഇത് പരസ്മൈപതി ധാതുവാണോ, ആത്മനേപതി ധാതുവാണോ, ഉഭയപതി ധാതുവാണോ എന്നുള്ള എല്ലാം കൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൽപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് കുറച്ച് എളുപ്പ വഴി പറഞ്ഞു തരുന്നു മാത്രമേ ഉള്ളൂ. വർത്തമാന കാലത്തില് ഏകവചനത്തില് അതി എന്നാണ് ക്രിയാപദത്തിന്റെ അവസാനം വരുന്നതെങ്കിൽ അത് പരസ്മൈപതി ധാതുവാണ്. അതായത് ഞാൻ ഇതുവരെയും പഠിപ്പിച്ച എല്ലാ ധാതുക്കളും പഠ്, ലിഖ്, ഹസ്, ഖാദ് ഇതെല്ലാം പരസ്മൈപതി ധാതുക്കളാണ്. കാരണം എന്താ? അവൻ കഴിക്കുന്നു, സഹ ഖാദതി, അവൻ വീഴുന്നു, സഹ അവൻ സഹ പതതി. അപ്പൊ വർത്തമാനകാലം ഏകവചനത്തില് പതതി ഖാദതി എന്നുള്ളതിന്റെ അവസാനമൊക്കെ അതി 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 എന്നാണ് വരുന്നത്. അതുകൊണ്ട് അതിന്റെ ധാതുവായിട്ടുള്ള പഠ് അല്ലെങ്കിൽ ലിഖ് അല്ലെങ്കിൽ ഹസ് അല്ലെങ്കിൽ ധാവ് എന്നുള്ള ഓടുക, ഇതെല്ലാം പരസ്മൈപതി ധാതുക്കളാണ്. എളുപ്പവഴി മാത്രമാണ്. ഇതിലും എക്സെപ്ഷൻസ് ഉണ്ട് റൂളില്. പക്ഷെ അതൊക്കെ ഇനി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊക്കെ 50-ാം വയസ്സിൽ 60-ാം വയസ്സിലാണ് സംസ്കൃതം പഠിക്കാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇനി പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടാണ്. പക്ഷെ ചെറുപ്പത്തിലേ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സിദ്ധരൂപം പുസ്തകം എടുത്ത് കൊടുക്കുകയാണ്. അതിൽ ധാതു പാഠമുണ്ട്. ധാതുക്കള് പരസ്മൈപതി എന്താണ്, ആത്മനേപതി എന്താണ് ഉഭയപതി, അതൊക്കെ ചിട്ടപ്പെടുത്തി വെച്ച് പിള്ളേരത് കണ്ഠപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ കണ്ഠസ്ഥീകരണം ചെയ്യുക, അവരതിനെ മനഃപ്പാഠം ചെയ്യുക. ഈ നമ്മൾ ഈ ഗണിതത്തിന്റെ ടേബിൾസ് പഠിക്കുന്ന പോലെ 1 2 2 2 2 4 3 2 6 എന്നുള്ള പറഞ്ഞ പോലെ. ഇനിയിപ്പോ അത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സാമാന്യ രൂപേണ നമ്മൾ വ്യാവഹാരിക രൂപേണ ഉപയോഗിക്കുന്ന ക്രിയാപദങ്ങൾ പരസ്മൈപതിയാണോ ആത്മനേപതിയാണോ അതോ ഉഭയപതിയാണോ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവര് ഞാൻ പുസ്തകങ്ങളൊക്കെ ചേർന്ന് പറഞ്ഞു തരുന്നുണ്ട്. 5-6 പുസ്തകങ്ങൾ ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. സംസ്കൃത ഭാരതിയുടെ പുസ്തകം ഉണ്ടായിരുന്നു. അതുപോലെ ഡോക്ടർ രമേശൻ കൈതപ്പുറത്തിന്റെ ഒരു മലയാള പുസ്തകം, മലയാള ഭാഷാ പഠന സഹായി, വളരെ ഞാനത് ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്.
അദ്ദേഹത്തിന്റെ ഗുരുനാഥനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ആ പുസ്തകം ഞാൻ പലരോടും വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 150 രൂപ പുസ്തകം, 50 രൂപ പോസ്റ്റേജ്, ഒരു ഡൊണേഷൻ പോലെ. പൂർണ്ണ വേദപുരി എന്നുള്ളത് ഒരു സംസ്കൃത ഒരു ട്രസ്റ്റ് നടത്തുന്ന ഒരു പണ്ഡിതനാണ് ഡോക്ടർ രമേശൻ കൈതപ്രം. സംസ്കൃതത്തിന് വേണ്ടി തന്റെ ശിഷ്ട ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 19-52 വയസ്സുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹം പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം കേരളത്തിൽ സർവകലാശാലകളിൽ വരെ BA പഠിക്കാൻ സംസ്കൃത കുട്ടികൾക്ക് ആദ്യമായിട്ട് ഒരു ബ്രിഡ്ജ് കോഴ്സ്, അതായത് അവർ പഠിച്ചത് ചിലപ്പോൾ 12ാം ക്ലാസ്സോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് സംസ്കൃതത്തിൽ ഒരു ബ്രിഡ്ജ് കോഴ്സിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പുസ്തകമാണ് ഈ പുസ്തകം. മലയാള ഭാഷ, സംസ്കൃത ഭാഷ പഠന സഹായി. വളരെ ആവശ്യമുള്ളൊരു ബുക്കായിരുന്നു. ഞാനത് വായിച്ച് പഠിച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് വാങ്ങിക്കാം, വേണ്ടാത്തവർക്ക് വാങ്ങിക്കേണ്ട, ഒരു നിർബന്ധമില്ല. അപ്പൊ അതിലിതൊക്കെ എഴുതിയിട്ടുണ്ട് പല കാര്യങ്ങൾ. എന്താണ് ധാതു, എന്താണ് എന്താ പറയുക, പരസ്മൈപതി, എന്താണ് ആത്മനേപതി എന്നുള്ളത്. പഠതി, ലിഖതി, ചലതി, ഇതെല്ലാം അവസാനം അതി 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 എന്ന് വരുന്നുകൊണ്ട് തീന്ന് നമ്മൾ കാണുള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചല് പ്ലസ് അതി, അപ്പൊ പ്ലസ് ആ, അതാണ് ഈ ആ എന്നാണ് നമ്മൾ പറഞ്ഞ വികാസം ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതൊക്കെ പരസ്മൈപതി ധാതുക്കളാണ്. അതുപോലെ ഇനി അതി എന്നല്ല വരിക, തേ എന്നാണ് വരികയെങ്കിൽ, അതായത് വന്ദതേ, വന്ദതി എന്ന് പറയില്ല. വന്ദതി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സംസ്കൃതം ഇത്തിരി പഠിച്ചു കഴിഞ്ഞിട്ട് വന്ദതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. വന്ദതി എന്നുള്ള ഒരു ക്രിയാപദം ഇല്ല. വന്ദതേ എന്നാണ് ക്രിയാപദം. സഹ വന്ദതേ, അവൻ വന്ദിക്കുന്നു. സഹ ദേവം വന്ദതേ, അവൻ അവൻ ദേവനെ വന്ദിക്കുന്നു. സഹ ദേവം വന്ദതി എന്ന് പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. അത് തെറ്റാണ്. കാരണം എന്താ? വന്ത് എന്നുള്ള ധാതു ആത്മനേപതി ധാതുവാണ്. വന്ത് എന്നുള്ള ധാതു ആത്മനേപതി ധാതു ആയതുകൊണ്ട് അതിന്റെ ക്രിയാപദത്തിന്റെ അവസാനം വരുന്ന പ്രത്യയം അതി എന്നല്ല, തേ എന്നാണ്. വന്ദതേ എന്നാണ്. അതുപോലെ ഭാഷ് എന്നുള്ള ധാതു അതിന്റെ ക്രിയാപദം ഭാഷതി എന്നുള്ള തെറ്റാണ്. ഭാഷത്തെ എന്നാണ്. സഹ ഭാഷത്തെ, അവൻ ഭാഷണം ചെയ്യുന്നു. സഹ ഭാഷതി എന്ന് പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. കാരണം എന്താണ്? ഭാഷ എന്നുള്ളത് ആത്മനേപതി ധാതുവാണ്. ആത്മനേപതി ധാതുവിന്റെ പ്രത്യയം ഭാഷത്തെ എന്നാണ്, ഭാഷതി എന്നല്ല. അതുപോലെ ഉരുത്തുവെന്ന് പറഞ്ഞ മറ്റൊരു സംശയം. അപ്പൊ പഠതി എന്നുള്ളത് പഠത്തെ എന്ന് പറയാൻ പറ്റുമോ? ലിഖതി എന്നുള്ളത് ലിഖത്തെ എന്ന് പറയാൻ പറ്റുമോ? ചലതി എന്നുള്ളത് ചലത്തെ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതും പൊട്ടത്തെറ്റാണ്, അസംബന്ധമാണ്. സംസ്കൃതജ്ഞന്മാരാരും കേട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇയാള് ഇതെവിടെന്നാ ഇതൊക്കെ പഠിച്ചു വന്നേക്കണമെന്ന് വിചാരിക്കും. കാരണം അത് തെറ്റാണ്, ശുദ്ധ അസംബന്ധമാണ്. കാരണം പഠ്, ലിഖ്, ചല് എന്നുള്ള ഈ 3 ധാതുക്കളും പരസ്മൈപതി ധാതുക്കളാണെന്നും അവരുടെ പ്രത്യയം തേ എന്നല്ല അതി എന്നുള്ളതാണെന്നും മനസ്സിലാക്കണം. വന്ദതേ, വന്ദതി അല്ല, വന്ദതേ. വർദ്ധതേ, എന്താണ് വർദ്ധതേന്റെ അർത്ഥം? വർദ്ധിക്കുന്നു. അതും വർദ്ധ പ്ലസ് അതേയാണ്. അപ്പൊ വർദ്ധതേയാണ് അതിന്റെ പ്രത്യയം. ശോഭതേ, ശോഭതി എന്ന് പറയാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്താ? ശോഭ എന്നുള്ള ധാതു ആത്മനേപതി ധാതുവാണ്. ആചാര്യന്മാര് കൽപ്പിച്ചു വെച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഇനി അതൊക്കെ റിസർച്ച് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കേട്ടാൽ മാത്രം മതി. ശോഭ എന്നുള്ള ധാതു ആത്മനേപതി ധാതുവാണ്. അതുകൊണ്ട് അത് ശോഭതേന്നാ വരിക, ശോഭതി എന്ന് വരില്ല. ഇനി വരുന്ന കോംപ്ലിക്കേഷൻ. നെക്സ്റ്റ് എന്താണത്? ചില ധാതുക്കള് പരസ്മൈപതി രൂപവും ആത്മനേപതി രൂപവും 2 രൂപങ്ങളും എടുക്കാം. പരസ്മൈപതി രൂപങ്ങളും ആത്മനേപതി രൂപങ്ങളും അവലംബിക്കാം. ഉദാഹരണമായിട്ടുള്ള ധാതുവാണ് പച്ച് എന്നുള്ള ധാതു. പച്ച് എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യുക, പാചകം ചെയ്യാം.
ഈ പച്ച എന്നുള്ള ധാതു പച്ചത്തി അല്ലെങ്കിൽ പച്ചത്തെ രണ്ടും പറഞ്ഞ ശരിയാ. കാരണം എന്താ? അത് ഉഭയപതി ധാതുവാണ്. അത് ആത്മനേപതി അല്ല, പരസ്മേപതി അല്ല, അത് ഉഭയപതി ധാതുവാണ്. പച്ച എന്നുള്ള ധാതു ഉഭയപതി ധാതു ആയതുകൊണ്ട് അത് പച്ചത്തി എന്ന് പറയാം, പച്ചത്തെ എന്ന് പറയാം. ചില നിയമങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴാണ് പച്ചത്തി എന്ന് പറയേണ്ടത്, എപ്പോഴാണ് പച്ചത്തെ എന്ന് പറയേണ്ടത്. സപ്പോസ് നമ്മുടെ ഒരു അമ്മ മക്കൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ, അമ്മമാര് എപ്പോഴും ഭക്ഷണം മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ പാകം ചെയ്യുക. സ്വയമായിട്ട് കഴിക്കാനായിട്ട് അവരൊരിക്കലും ഉണ്ടാക്കാറില്ല. സ്വയമായിട്ട് കഴിക്കാൻ അവരുണ്ടാക്കുകയാണെങ്കിൽ അംബ പച്ചത്തെ എന്നാ പറയുക. അംബ പച്ചത്തെ ആത്മനേപതി രൂപമാണ് വരിക അവിടെ. അംബ പച്ചത്തി എന്നെപ്പോഴാ പറയുക? മറ്റുള്ളവർക്ക് വേണ്ടി അമ്മ ഭക്ഷണം ഉണ്ടാക്കുമ്പോ മാതാ പച്ചത്തി എന്നാ പറയുക. അംബ പച്ചത്തി എന്നാ പറയുക. 99% അമ്മമാര് മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുക. അതുകൊണ്ട് പച്ചത്തി എന്ന് എപ്പോഴും പറയുക. ഇപ്പൊ പിന്നെ ഈ സാമാന്യ നിയമങ്ങളൊക്കെ കുറച്ച് ചെറിയൊരു ഡൈല്യൂഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പച്ചത്തി എന്നും പറയാം, പച്ചത്തെ എന്നും പറയാം. രണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതാണ് നിയമം. സ്വയമായിട്ട് ചെയ്യുന്ന കർമ്മമാണെങ്കിൽ പച്ചത്തെ എന്നും പറയണം, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ പച്ചത്തി എന്നും പറയണം. ഇതുപോലെ മറ്റൊരു ധാതുവാണ്, ധാതുവല്ല ക്രിയാപദമാണ് കരോതി. ഈ കരോതി എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞു, ചെയ്യുക എന്നാണ് ഈ കരോതി എന്നുള്ള ക്രിയാപദത്തിന്റെ അർത്ഥം. ഇതിന്റെ കരോ പ്ലസ് അതി അല്ല ഇതിന്റെ ധാതു, കരോ അല്ല ധാതു. ഇത് കുറച്ച് വിശേഷപ്പെട്ട ധാതുവാണ്. ഇതിന്റെ ധാതു കൃ എന്നുള്ളതാണ് ധാതു. അപ്പൊ കൃ പ്ലസ് അതിയാണ് കരോതി. കൃ പ്ലസ് അതി കരോതി ആവുമ്പോ കൃ പ്ലസ് തേ കുരുതേ എന്നും വരാം. അതായത് കൃ എന്നുള്ള ധാതു ഉഭയപതി ധാതുവാണ്. അപ്പൊ ഇത് രണ്ട് രൂപങ്ങൾ എടുക്കാം. കരോതി എന്നും വരാം, കുരുതേ എന്നും വരാം. അംബ കരോതി, അംബ കുരുതേ രണ്ടും പറയാം. അമ്മ ചെയ്യാണ്, കുരുതേ എന്നും പറയാം, കരോതി എന്നും പറയാം. അപ്പൊ ഇതാണ് ഉഭയപതി ധാതുക്കൾ. സാമാന്യമായിട്ട് വേറൊരു സംശയം എന്ന് കഴിഞ്ഞാൽ സത്യമേവ ജയതേ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും ഒരു ഉപനിഷത്ത് വാക്യാണ്, സാരനാഥിന്റെ പില്ലറിന്ന് നമ്മുടെ ഭാരതത്തിന്റെ ധ്യേയവാക്യാണ്, നമ്മുടെ ഭാരത സർക്കാരിന്റെ ധ്യേയവാക്യാണ്. എന്ത്? സത്യമേവ ജയതേ, സത്യമേവ ജയതേ. അപ്പൊ ജയ എന്നുള്ള ഈ ഒരു ധാതു ഇത് പരസ്മൈപതി ധാതുവാണോ ആത്മനേപതി ധാതുവാണോ? അപ്പൊ ജയതേ എന്നാണ് വരുന്നത്. അപ്പൊ ഇത് ആത്മനേപതി ആയിരിക്കുന്നതാണ് സാമാന്യ ബുദ്ധി നമ്മളോട് പറയുന്നത്. പക്ഷെ തെറ്റാണത്. ഈ ജയധാതു ഇത് പരസ്മൈപതി ധാതുവാണ്. ജയതി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉച്ചാരണവും രൂപം. ക്രിയാപദം ജയതി എന്നുള്ളതാണ്. സഹജയതി അവൻ ജയിക്കുന്നു. സഹ ക്രീഡാങ്കണേ ജയതി എന്ന് പറഞ്ഞാൽ അവൻ ക്രീഡാങ്കണത്തിൽ അവൻ പ്ലേ ഗ്രൗണ്ടിൽ ജയിക്കുന്നു എന്നാണ് അർത്ഥം, ജയതി. പക്ഷെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തിരി സംസ്കൃതം അറിയാം. ജയതിയാണ് കറക്റ്റ്, ജയത അല്ല കറക്റ്റ് എന്ന് വെച്ചിട്ട് സത്യമേവ ജയതി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇതൊക്കെ വൈദിക മന്ത്രങ്ങൾ ഉപനിഷത്തുകൾ എഴുതിയിട്ടുള്ളതാണ്. ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. സത്യമേവ ജയത്തെ എന്ന് തന്നെ എഴുതണം, എന്ന് തന്നെ പറയണം. സത്യമേവ ജയതി എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം എന്താ? അതൊക്കെ ഉപനിഷത്ത് വാക്യങ്ങളാണ് നമ്മൾ നമ്മുടെ ധ്യേയമന്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആ പുസ്തകത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു, ആ താളപത്രങ്ങളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു, ആ താളയോല ഗ്രന്ഥങ്ങളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ തന്നെ നമ്മൾ പറയണം. സത്യമേവ ജയതേ എന്നാണ്, സത്യമേവ ജയതി എന്നല്ല. സത്യം ജയതി എന്ന് പറയാം. സത്യം ജയത്തെ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ജയതി എന്നുള്ളത് പരസ്മൈപതി ധാതുവാണ്. അപ്പൊ അതുകൊണ്ട് ജയതി എന്നുള്ളതാണ് ശരി. അപ്പൊ സത്യമേവ ജയതി, ജയത്തെ എന്ന് കൂട്ടി പറയുമ്പോ അത് നമ്മൾ ആ ഉപനിഷത്തുകളിൽ നമ്മൾ എടുക്കുന്ന ഒരു വാക്യമാണ്. അത് അതേപടി അതിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ പറയണം. സത്യമേവ ജയതേ എന്നാണ്, സത്യമേവ ജയതി എന്നല്ല. ഇതിന്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇനി
പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇതൊക്കെ ഞാൻ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ അറിഞ്ഞാൽ തന്നെ വളരെ നല്ല കാര്യമാണ് ഈ പ്രാഥമിക സ്ഥലത്തിൽ. ഇതുവരെയും പറഞ്ഞതിൽ വല്ല സംശയം ഉണ്ടെന്ന് ചോദിക്കട്ടെ. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയ ദൂരീകരണത്തിന്റെ സമയം തരാം കുറച്ച്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? ഒരാൾക്കും സംശയമില്ല. എന്റെ ഒച്ച കേൾക്കുന്നുണ്ടോ? സാർ ഉഭയപതി പറഞ്ഞത് ചെറിയ സംശയമുണ്ട്. എന്താ സംശയം? ഉഭയപതി പറഞ്ഞത് അതിൽ എന്താ സംശയം? ഉഭയപതിയിൽ എന്താ സംശയം? അതാ പജതെ പറഞ്ഞല്ലോ. അപ്പൊ അത് തീ പ്രത്യയം വരുമ്പം നമ്മൾ പടതി പറഞ്ഞപ്പോ പരസ്മീപതിയായിരുന്നു. അപ്പൊ അത് ഉഭയപതി പറയുമ്പോ പജതെ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരു ചെറിയ ഡൗട്ട് വരുന്നു. ഉഭയപതിയില് രണ്ട് പ്രത്യയവും വരുന്ന അർത്ഥം പചതീന്നും വരാം, പചതേന്നും വരാം, കരോതീന്നും വരാം, കുരുതേ എന്നും വരാം. രണ്ടും കറക്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. സംശയം മാറിയോ? രണ്ട് പ്രത്യയങ്ങളും അനുവദനീയമാണ് ഉഭയപദം. അതുകൊണ്ടല്ലേ രണ്ട് വശത്തും അത് ഇവിടെ നിൽക്കും, പരസ്മയപതിയുടെ സ്ഥലത്തും നിൽക്കും, ആത്മനേപതിയുടെ സ്ഥലത്തും നിൽക്കും. അതാണ് ഉഭയപതിയുടെ അർത്ഥം. മനസ്സിലായി. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് അറ്റൻഡൻസ് ഒന്ന് ഡൗൺലോഡ് ചെയ്യട്ടെ. ആകെ 52 പേരെ ഇപ്പൊ ക്ലാസ്സിന് വരണുള്ളൂ. കുഴപ്പമില്ല. ശരി, നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ആർക്കും വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കാരണം ഞാൻ മുമ്പോട്ട് പോവുകയാണ്.